ഈ ഇരുമുന്നണികൾക്കും ശക്തമായ താക്കീത് മുന്നറിയിപ്പുമാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകുന്നത്. കാരണം ബി.ജെ.പിയെ ക്രോസ് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്താനുള്ള നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി നടന്നു എന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്ന ദിവസം തന്നെ അത് കൃത്യമായി ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും പരാജയപ്പെടുത്താൻ ഒരു നീക്കം നടന്നിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇവരെല്ലാം കോർപ്പറേഷനിലേക്ക് വീണ്ടും വിജയിച്ച് കയറിയിരിക്കുന്നത്. അത്തരം തെറ്റായ രാഷ്ട്രീയ നീക്കങ്ങൾ, അതായത് ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാനുള്ളൊരു നീക്കം ഇടത് വലത് മുന്നണികളുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ ബി.ജെ.പി പല സ്ഥലങ്ങളിലും നിർണായക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആര് ഭരിക്കണം ഭരിക്കേണ്ട എന്ന് ബി.ജെ.പി കൂടി തീരുമാനിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അത് ചെറിയൊരു പ്രസ്താവനയല്ല. ഒപ്പം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ നിന്നും ബി.ജെ.പിക്ക് നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്യാമപ്രസാദുമായി സംസാരിക്കുന്ന ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ്റെ ഈ നിർണായകമായ പ്രതികരണം. നേരെ വീണ്ടും നമ്മൾ കൊച്ചിയിലേക്ക് പോകുകയാണ്. കൊച്ചി കോർപ്പറേഷൻ ഈ തവണ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്നൊരു വാർത്തയാണ്. പക്ഷേ ഈ കോൺഗ്രസ് എവിടെ ജയിച്ചു കഴിഞ്ഞാലും നമ്മൾ കാണുന്നതാണ്, അത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇനിയും സംസ്ഥാനം പിടിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം മുതൽ അവിടെ അധികാരത്തിന് വേണ്ടിയുള്ള വലിയ തമ്മിലടി തുടങ്ങും. ഇപ്പോൾ തന്നെ കൊച്ചിയിൽ ആര് മേയറാകുമെന്ന് സംബന്ധിച്ചുള്ള വലിയ തമ്മിലടി UDFിലും കോൺഗ്രസിലും ആരംഭിച്ചിരിക്കുകയാണ്. ഈ തമ്മിലടിയുടെ കാരണമെന്ന് പറയുന്നത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച എല്ലാ ആൾക്കാരും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതാണ്. ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. നിഷ ദിലീപ് ഒരിക്കൽ കൂടി ചേരുകയാണ്. നിഷ, ഈ കോൺഗ്രസിന് എവിടെയെങ്കിലും ഒന്ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടി സ്വാഭാവികമാണ്. അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇനി അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും നമ്മളിത് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഈ കൊച്ചിയിലെ പ്രശ്നം എന്താണ്? മേയർ ആകാൻ വേണ്ടി ഇരുന്ന ആൾക്കാരെല്ലാം വിജയിച്ചു എന്നതാണോ ഇപ്പോഴത്തെ ഈ തമ്മിലടിയുടെ കാരണം? ഗൗതം, അങ്ങനെ തന്നെയാണ്. ഈ 46 സീറ്റുകൾ നേടി കൊച്ചി കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തോട് തന്നെ UDF വിജയിച്ചു വന്നു. എങ്കിൽ പോലും ആ സമയം മുതൽ തന്നെ ഈ വിജയിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിലും തമ്മിലിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം മേയർ സ്ഥാനത്തേക്കുള്ള പേരുകളെ ചൊല്ലിയാണ് തർക്കം. ഇതിൽ പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന 3 പേരുകൾ. ഒന്ന്, ദീപ്തി മേരി, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിൻ്റെതാണ്. രണ്ടാമത്തെ പേരുകാരി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, പാലാരിവട്ടത്ത് നിന്ന് വിജയിച്ചതാണ് മിനിമോൾ. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു. 3 പേരുടെ പേരുകളാണ് സജീവമായി മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഈ VD സതീശൻ പക്ഷക്കാരിയാണ് VK മിനിമോൾ. ഒപ്പം KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ദീപ്തി മേരി വർഗീസ്. ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. എന്തായാലും ഈ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ VK മിനിമോൾ വിഭാഗവും ഒട്ടും പിന്നിലല്ല. കാരണം VK മിനിമോൾ പാലാരിവട്ട ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന ആളാണ്. കടുത്ത വിമത ഭീഷണിയും, അതായത് മിനിമോൾക്കൊപ്പം തന്നെ ഈ UDFിൽ ഉണ്ടായിരുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പല ഘട്ടങ്ങളിലും മത്സരിച്ച് കഴിഞ്ഞ തവണത്തെ കൗൺസിലറൊക്കെ ആയിരുന്ന ജോസഫ് അലക്സ് ആയിരുന്നു വിമത ഭീഷണി ഉയർത്തി മിനിമോൾക്കെതിരെ മത്സരിച്ചത്. ഈ വിമത ഭീഷണിയിൽ ഒക്കെ തന്നെ അതായത് കടുത്ത മത്സരവും വിമത ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ജയിച്ചു വന്ന ആളാണ് മിനിമോൾ. അതുകൊണ്ട് തന്നെ മിനിമോൾ 4 വർഷത്തോളം കൗൺസിലറായിരുന്ന ഒരു പരിചയവും മിനിമോൾക്കുണ്ട്. അതുകൊണ്ട് മിനിമോളുടെ പേര് പരിഗണിക്കണമെന്ന ഒരു വിഭാഗം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുവിനെ പലതവണ മേയറാക്കാമെന്നുള്ള വാഗ്ദാനം UDF നൽകിയിരുന്നു. എങ്കിലും ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലവും ഇവരെ മേയറാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഷൈനി മാത്യുവിൻ്റെ പേരും ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദീപ്തി മേരി വർഗീസും VK മിനിമോളിനെയും മേയറാക്കണമെന്നുള്ള ആവശ്യം പല വിഭാഗങ്ങളിൽ നിന്നും ശക്തമാകുമ്പോൾ എന്തായാലും പക്ഷേ ഇവർ ഊഴം വെച്ചുള്ള ഒരു മത്സരത്തിനാകും കൊച്ചി കോർപ്പറേഷൻ ഇനി മേയറെ തിരഞ്ഞെടുക്കുക. എന്തായാലും ആദ്യം ഇതിന് പ്രാമുഖ്യം ദീപ്തി മേരി വർഗീസിന് തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഇരു വിഭാഗവും തമ്മിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നും ഇപ്പോൾ സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ദീപ്തി മേരി വർഗീസും VK മിനിമോളും ആയിരിക്കും ഈ മേയർ സ്ഥാനത്തേക്ക് ആര് വരണമെന്നുള്ള ഒരു കാര്യത്തിൽ ഈ രണ്ട് പേരുടെ പേരുകളാണ് ഏറ്റവും ആദ്യം തന്നെ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗൗതം പറഞ്ഞതുപോലെ തന്നെ എവിടെ ജയിച്ചു വന്നാലും തമ്മിലടി, ഈ ജയിച്ച് കയറുന്ന സമയം മുതൽ തമ്മിലടി തുടങ്ങും. അതുപോലെ തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലും VK മിനിമോളും ദീപ്തി മേരി വർഗീസും തമ്മിൽ ആരാകും മേയർ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോഴും നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ 2015 ഞാൻ പറഞ്ഞതുപോലെ ഷൈനി മാത്യുവിന്റെ പേരുകൾ ഉയർന്നു വന്നിരുന്നു.
അപ്പം മറ്റൊരാളുടെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പുതുക്കലവട്ടത്തു നിന്നും ജയിച്ച സീന ഗോകുലിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം PD മാർട്ടിൻ, ആന്റണി പൈനുതറ, AG അരിസ്റ്റോട്ടിൽ, KVP കൃഷ്ണകുമാർ എന്തായാലും വ്യക്തമാണ് UDF തിരിച്ചു പിടിച്ച കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ തന്നെ തമ്മിലടി ആരംഭിച്ചിരിക്കുകയാണ്. മേയർ സ്ഥാനത്തേക്ക് പല പേരുകൾ കേൾക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനാണ് ഏറ്റവും സാധ്യതയുള്ളത്. ദീപ്തി നിലവിൽ KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. കഴിഞ്ഞ തവണയും കൗൺസിലറായിരുന്നു. ഒപ്പം മിനിമോൾ, ഷൈനി മാത്യു തുടങ്ങിയ പേരുകൾ കൂടി പരിഗണിക്കുന്നുവെന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിഷയാണ് ചേർന്നത്.